മക്കളെ, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴും നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് നമുക്ക് ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൽ ഒരു ഓഫീസറായി ജോയിൻ ചെയ്യാൻ കഴിയുക? ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് ഉണ്ടോ? ഇത് നിങ്ങൾ എപ്പോഴാണ് എഴുതാനുള്ളത്? ഇങ്ങനെയുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന NDA എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി നമ്മുടെ UPSC നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ് ഫോർ ടേക്കിംഗ് സ്റ്റുഡൻസ് ടു ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ 11ലും 12ലും പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് NDA എൻട്രൻസ് എക്സാമിനും പഠിച്ചു തുടങ്ങാം. ആൻഡ് എക്സാം സാധാരണയായി വരുന്നത് 12ാം ക്ലാസ് നിങ്ങൾ പഠിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ടൈമിലോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ശേഷവും ആയിരിക്കും, ആസ് പെർ നമ്മുടെ UPSC അനൗൺസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്ക് 12ാം ക്ലാസ്സിൽ തന്നെ ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. ഇനി ഈ എൻട്രൻസ് എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര ടൈം നമുക്ക് എഴുതാൻ പറ്റും, 12ന് ശേഷം റിപ്പീറ്റ് ചെയ്ത് എഴുതാനുള്ളതാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം കാണും. ലിമിറ്റ് ഒന്നും എക്സാം എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും എന്നുള്ളതിനില്ല എങ്കിലും ഇതിനൊരു ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 16.5 to 19.5 ഇയേഴ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നമുക്ക് +2 കഴിഞ്ഞ ശേഷം ഇതിനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല. ഇനി ഇത് ഒരു 3 സ്റ്റേജ് എക്സാമാണ്. ഫസ്റ്റ് ഒരു റിട്ടേൺ ടെസ്റ്റാണ് NDAയുടേത്, അതാണ് നിങ്ങൾക്ക് 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ വരിക. ശേഷം നമുക്ക് വരിക ഒരു SSB ഇൻ്റർവ്യൂ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ട്. സോ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ലും 12ലേക്കും എത്തുമ്പോൾ ഇഫ് യു ആർ ആക്ച്വലി ഫോക്കസിങ് ഫോർ NDA എക്സാം, നിങ്ങൾ നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി അവർ ചെക്ക് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഐസൈറ്റ് ആണ്, പ്രോപ്പർ ഐസൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഡോണ്ട് യൂഷ്വലി പ്രിഫർ ദോസ് സ്റ്റുഡൻസ് ഫോർ ഇറ്റ്. പിന്നെ നമുക്കുള്ളത് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുക. 11ലും 12ലും പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ക്രൈറ്റീരിയ, നിങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് അബൌട്ട് ദി എക്സാം, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള നമ്മളുടെ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. NDA എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് മാത്തമാറ്റിക്സ്, രണ്ടാമത് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. മാത്തമാറ്റിക്സ് 300 മാർക്സിനും ജനറൽ എബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് 900 മാർക്സിനുമാണ് വരിക. അപ്പോൾ ഈ ജനറൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും അതുപോലെ ബയോളജിയിലെയും ജനറൽ സയൻസിലെയും ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് മിസ് പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇതെല്ലാം ചേരുന്നതാണ് ജനറൽ എബിലിറ്റി എന്ന് പറയുക. ആൻഡ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ ആർമിയിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ, ഈവൺ ഇഫ് യു ആർ എ കൊമേഴ്സ് സ്റ്റുഡൻസ് ഓർ എ സയൻസ് സ്റ്റുഡൻറ്റ്, നിങ്ങൾ +2 പാസ്സാവണം. അപ്പോൾ ഹ്യൂമാനിറ്റിക്സ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ +2 പാസ്സാവണം എന്നുള്ള ക്രൈറ്റീരിയയേ ഉള്ളൂ ഓൺ വിച്ച് എവർ സ്ട്രീം യു ചൂസ്. പക്ഷേ നിങ്ങൾക്ക് എയർഫോഴ്സിലേക്കോ നേവിയിലേക്കോ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റായി മാത്സും ഫിസിക്സും +1ലും +2ലും ഉണ്ടായിരിക്കണം. മാത്സ് സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് എയർഫോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേവിയിലേക്കോ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് നൗ ഹൗ ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം. ആക്ച്വലി മറ്റേതൊരു എൻട്രൻസ് ടെസ്റ്റിനും പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് NDAയുടെ എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം ഇതിൽ വരുന്ന മാത്സ് പ്രോബ്ലംസ് നമ്മളിപ്പോൾ JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ സൈലം സ്കൂളിലെ ഒരുപാട് മക്കൾക്ക് ഇപ്രാവശ്യം തന്നെ NDAയുടെ ഫസ്റ്റ് സ്റ്റേജ് എൻട്രൻസ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ സ്റ്റഡിങ് ഫോർ ഓർ യു ആർ പ്രിപ്പയറിംഗ് ഫോർ JEE എക്സാം. നിങ്ങളുടെ മാത്സ് അടിപൊളിയായിരിക്കും. ആൻഡ് ദെൻ പിന്നെ നമുക്കുള്ളത് ജനറൽ സയൻസ് സബ്ജക്റ്റ് ആണ്. അവിടെ നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രം +1 ഓൺവേർഡ്സ് വൊക്കാബുലറി വേർഡ്സ് പഠിച്ചു തുടങ്ങാം. അതിനോടൊപ്പം തന്നെ റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി, ബിക്കോസ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്ത് ഒരു കറണ്ട് അഫയർ നോളജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ഓൾസോ ഫോർ ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് ഓൾ, നമ്മൾ 8, 9, 10 പഠിച്ച ആ ഒരു ഹിസ്റ്ററി ജോഗ്രഫി പാർട്ടൊക്കെയാണ് മോസ്റ്റ്ലി നമുക്ക് വരിക. അപ്പോൾ NCERT ഡിപ്പെൻഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് പക്ക NCERT +1 +2നെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഫോർ യുവർ സ്റ്റഡീസ് ഓർ യുവർ പ്രിപ്പറേഷൻ പാർട്ട്. പിന്നെ നിങ്ങൾക്ക് എപ്പാർട്ട് ഫ്രം ഇറ്റ് +2ലേക്ക് എത്തുമ്പോഴേക്കും യു ക്യാൻ ഗോ ഫോർ പ്രീവിയസ് ഇയർ NDA ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇറ്റ്.
കമ്പാരിറ്റീവ്ലി നമുക്ക് മറ്റ് എൻട്രൻസ് എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം പാർട്ടാണ് NDAയുടേത്. എന്നാൽ അതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, SSB ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് തേർഡ് പാർട്ടിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഒന്ന് കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക. ആൻഡ് യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ് ബിക്കോസ് അവർ സ്റ്റുഡൻസ് ഹാവ് പ്രൂവ്ഡ് ഇറ്റ്, യു ക്യാൻ ഓൾസോ ക്രാക്ക് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡ്രീം ഒരു ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ഓഫീസർ ആണെങ്കിൽ സ്റ്റാർട്ട് ഫോക്കസിങ് ഇൻ NDA exam.